ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈക്കോ വൈറ്റി 10. അപ്പോൾ ഗൈസ്, നമ്മളത് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമ്പുരാൻ്റെ റിവ്യൂ ആണ് ഗൈസ്. എമ്പുരാൻ്റെ റിവ്യൂ ഒന്നും പറയാനില്ല, മോശമെന്നേ പറയാനുള്ളൂ. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൂസിഫർ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ എമ്പുരാൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഏകദേശം ലൂസിഫറിൻ്റെ അത്രയോ അല്ലെങ്കിൽ അതിലും മേളിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മുരളി ഗോപി എഴുതുന്ന റൈറ്റിംഗ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ പൃഥ്വിരാജ് കഴിവ് തെളിയിച്ച പൃഥ്വിരാജ് ചെയ്യുന്ന പടം മോഹൻലാലിനെ വെച്ചിട്ട് മാക്സിമം നല്ല സെറ്റാക്കുമെന്ന് നമ്മൾ വിചാരിച്ച പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ 11:50 കുവൈറ്റ് ടൈം 11:50 ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്ത് വോക്ക് സിനിമാസിൽ പോയി കണ്ട പടം കട്ട ശോകം. ആദ്യം കുറച്ച് നേരം ഒന്നും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഭയങ്കരം സെറ്റാന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല, സത്യം പറയാമല്ലോ. സാധാരണ ഒരു നോർമൽ ഇടിപടം നടക്കുന്ന പോലെ തന്നെ എന്തൊക്കെയോ കാണിച്ചു കുറിച്ച് ചെയ്തു, അത്രേ ഉള്ളൂ. കുറേ പഴയ പോലെ തന്നെ കുറേ കാറ്റടിപ്പിച്ച് കുറേ കരിയില പറപ്പിക്കുന്നു. സ്റ്റണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം, പഴയ സ്റ്റൈലിലുള്ള സ്റ്റാൻഡും അത് ഇതൊക്കെ ഒരുമാതിരി പടം. ഈ പറയുന്ന മാതിരി വലിയ ഹൈപ്പൊന്നും ഇവർ ഈ ഹൈപ്പ് കൊടുത്തു തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് ഇത് വെറും ഊളപ്പടം. പിന്നെ മോഹൻലാലിൻ്റെ ഫാൻ ആയതുകൊണ്ട് പോയി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോയി കണ്ടത്. എമ്പുരാൻ സെറ്റായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ കണ്ടിട്ട് ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു ഞാൻ പിന്നീട് ചിന്തിച്ചു. ഞാൻ ടിക്കറ്റ് എടുത്തത് കഴിഞ്ഞിട്ടാണ് റിവ്യൂ കാണുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് റിവ്യൂ കണ്ടത് കോക്കണ്ണൻ്റെ റിവ്യൂ ആണ്. പുള്ളിക്കാരൻ പറഞ്ഞ് കേട്ടപ്പോഴേ പിന്നെ ക്യാൻസൽ ചെയ്യാനും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ പോയി കണ്ടു കഴിഞ്ഞപ്പം ഒരു രക്ഷയില്ല. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം. ഇത്രയും അലമ്പാക്കി മോഹൻലാലിനെ വെച്ചിട്ട് ഇത്ര അലമ്പായ ഒരു പടം ഞാൻ വളരെ പ്രതീക്ഷിച്ചില്ല. അത്രയും വളരെ മോശമായിരുന്നു. അപ്പം കാണാൻ പോകുന്നവർ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുത്ത് പോകണ്ട. ഇപ്പോൾ ഓൾറെഡി എല്ലാവരും റിവ്യൂസ് കണ്ടു കാണും. അപ്പം അതനുസരിച്ചിട്ട് എല്ലാവരും പോയാൽ മതി. അല്ലെങ്കിൽ OTT വരുമ്പോൾ കാണുന്നതായിരിക്കും നല്ലത്. പിന്നെ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു എഫക്റ്റും കാര്യങ്ങളും ജും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൗണ്ടൊക്കെ കേട്ട് നല്ല എൻ്റർടൈനായിട്ട് എന്നാ പറയുന്നത് ആ ഒരു 2 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് കാണാം. അതാകുമ്പം ഇരുന്ന് കണ്ടുകൊള്ളുമല്ലോ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് പോകും, ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. തിയേറ്ററിൽ പോയിരുന്നതാണെങ്കിൽ കണ്ടിന്യൂഷനായിട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് അവിടെ ഒരിടത്ത് തന്നെ ഇരുന്ന് പടം തന്നെ ഇരുന്ന് കാണാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. അല്ലാതെ ആരും കാശ് മുടക്കി വെറുതെ പോയി മോശം പടം കാണണ്ട. അതിലും ഭേദം വേറെ കുറേ പടങ്ങളുണ്ട്, അതൊക്കെ കാണുക. എല്ലാവരും തള്ളി മറിച്ചിട്ടുണ്ട്, ഭയങ്കര പടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് പേഴ്സൺ എന്ന നിലയിൽ ഞാൻ പറയുന്ന വലിയ റിവ്യൂ ചെയ്ത് പരിചയമൊന്നും ഇല്ലാത്ത ഞാൻ കണ്ടിട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല പടം. നമ്മൾ പ്രതീക്ഷ അത്രയും പോലും ഇല്ല. മോശം പടം. നമുക്ക് 5 ഔട്ട് ഓഫ് എത്ര കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5-ൽ ഒരു 2.5-3 അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ അതുപോലെ മോഹൻലാലിൻ്റെ ഇൻട്രോ ഒക്കെ കാണിക്കുമ്പോഴത്തേക്കിന് എന്താണ് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറെങ്കിലും കൊടുക്കാറുണ്ട്, അതുപോലും കൊടുത്തിട്ടില്ല. എന്നാണോ കാണിച്ചു വെച്ചേക്കുന്നത്, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, സത്യം പറയാമല്ലോ. ഭയങ്കര മോശം. ഞാൻ എമ്പുരാൻ്റെ പാട്ട് കേട്ട് എമ്പുരാന് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാറി കൂവിയുള്ള പാട്ടൊക്കെ കേട്ട് പോയാലും സെറ്റാന്ന് വിചാരിച്ചിട്ട് പോയതാ. പറഞ്ഞിട്ട് അങ്ങോട്ട് സങ്കടം തീരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 6 കേടി ടിക്കറ്റ് എടുത്താൽ പോയത്, അതുപോലും മുതലായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി. ഉറക്കവും കളഞ്ഞ് തിരിച്ചു വന്നപ്പം തന്നെ 3:30 ആയി. വളരെ മോശം.